ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോർഡോട്സ് വിഷൻ. ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് പീനട്ട് ബട്ടർ ഫ്രൂട്ടിനെയാണ്. ഇത് ഉഷ്ണമേഖല ഫലവൃക്ഷമാണ്. ഇതിൻ്റെ തിളക്കമുള്ള മഞ്ഞ പൂക്കളും ചുവന്ന കായ്കളും ഒരേ സമയം ഉണ്ടാകുന്നതിനാൽ ഇത് അലങ്കാര സസ്യമായിട്ടും വീടുകളിൽ ഇത് വളർത്തുന്നുണ്ട്. ഇതിൻ്റെ കായ്കൾ മൊത്തമായിട്ട് കഴിക്കാവുന്നതാണ്. ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ഇത് പെട്ടെന്ന് കായ്കളുണ്ടായി അത് പാകമാകുമ്പോഴത്തേക്ക് നല്ല ചുവപ്പ് നിറമാവുകയും ഇത് പെട്ടെന്ന് കേട് വരുന്നത് കൊണ്ട് ഇതൊരിക്കലും വാണിജ്യപരമായിട്ട് വിജയിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുമില്ല. പീനട്ട് ബട്ടർ ഫ്രൂട്ട് പാകമാകുമ്പോൾ ഇത് കടും ചുവപ്പായിട്ട് മാറും. ഇതിൻ്റെ കാ പൂർണ്ണമായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ ധാരാളം ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൽ കരോട്ടീനോയിഡുകൾ അതുപോലെ തന്നെ ലൈക്കോപിൻ എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്നു. ഇത് ഹൃദ്രോഗത്തിനും ഒക്കെ പറ്റിയതാണ് എന്നാണ്, ഹൃദ്രോഗം തടയുന്നതിനൊക്കെ പറ്റിയ ഫ്രൂട്ടാണ് എന്നാണ് പറയുന്നത്. ഈ പഴത്തിൽ ധാരാളം നാരുകൾ ഉള്ളതുകൊണ്ട് രക്തത്തിലെ കൊളസ്ട്രോളുകളെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതുമൂലം ഹൃദ്രോഗ സാധ്യത ഇതുകൊണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. കുടലിൻ്റെ കൃത്യമായ പ്രവർത്തനത്തിന് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് ഫോളിക് ആസിഡുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ ഫ്രൂട്ടിന് സാധിക്കും എന്നാണ് അറിയുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലും ഇത് ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്രൂട്ട് പാകമായി കഴിയുമ്പം അധിക ദിവസങ്ങളൊന്നും ഇരിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് അഴുകിപ്പോകുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ഇത് വാണിജ്യപരമായിട്ടൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. എന്നാൽ വീടുകളിലൊക്കെ ഇത് നട്ടുവളർത്തി ആണെങ്കിൽ ഇത് നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന പല അസുഖങ്ങളെ മാറ്റാനായിട്ട് ഇത്തരം ഫ്രൂട്ട്സുകൾക്ക് സാധിക്കും എന്നാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മഞ്ഞപ്പൂവ്. ഒരേ സമയം ഈ പൂവ് വരികയും ഇതുപോലെ തന്നെ ഒരു സൈഡ് കായ്ക്കുകയും ചെയ്യുന്ന ഒരു വൃക്ഷമാണ്. ഇത് ഉഷ്ണമേഖല വൃക്ഷമാണ്. താങ്ക് യു.